ഹലോ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഒരു എപ്പിസോഡ് കുറച്ചും കൂടി രസകരമായിട്ടൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു. ഒരു മുണ്ടൊക്കെ കൊടുത്ത് കുറച്ചും കൂടി ഈ ഒരു ആംബിയൻസ് ഒക്കെ മാറ്റി ഒന്ന് സെറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, എൻ്റെ സൗണ്ട് ഇങ്ങനെയല്ല, കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് പനി, ചുമ, സൗണ്ട് ഇല്ലാത്തൊരവസ്ഥയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓക്കെ ആയി എന്ന് തോന്നിയപ്പോൾ നേരെ ക്യാമറ എടുത്തു ഇങ്ങനെ ഇരുന്നു. അതുകൊണ്ട് തന്നെ അധികം ന്യൂസുകളൊന്നും ഇന്നില്ല. നമുക്ക് ഫസ്റ്റ് ന്യൂസിലോട്ട് കിടക്കാം. ഐഫോൺ 16 സീരീസുകൾ ഒക്കെ കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഒരു ഐഫോൺ 16 സീരീസുകളുടെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 20-ാം തീയതി മുതൽ ഫോണുകൾ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഐഫോൺ 16 സീരീസുകൾക്ക് കാര്യമായിട്ട് കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രീ ബുക്ക് ചെയ്ത് ഇടുക. അപ്പോൾ നമുക്ക് 20-ാം തീയതി അല്ലെങ്കിൽ 21-ാം തീയതി ഒക്കെ ആയിട്ട് നമുക്കത് കയ്യിൽ കിട്ടുന്ന അവസ്ഥ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ദുബായിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സംഭവം കിട്ടാനേ പോലും ഒരു 2 മാസത്തിനൊക്കെ ഐഫോണുകൾ ഭയങ്കര ഡിമാൻഡായിരിക്കും. ഇപ്പോൾ അവിടുത്തെ പ്രൈസ് 5000 ദിർഹമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 8000 ദിർഹം വരെ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് ട്രെൻഡ് പോവാറ്. സോ വാങ്ങാൻ തീരുമാനിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കൈയോടെ പ്രീ ബുക്ക് ചെയ്യുക, എന്നിട്ട് ഒഫീഷ്യലായിട്ട് തന്നെ വാങ്ങാനായിട്ട് നോക്കുക. അതേപോലെ iOS 18 അപ്ഡേഷൻ ഉണ്ടല്ലോ, അത് ബാക്കി ഫോണുകളിലോട്ട് ഈ ഒരു ആഴ്ചയിൽ തന്നെ വരും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു റൂമർ കേട്ടു. സോ ആ ഒരു അപ്ഡേറ്റ് വന്നാലും ആരും ചാടിക്കയറി ചെയ്യരുതെന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം ബോർഡ് പോവോ ഡിസ്പ്ലേ പോവോ എന്ത് പോവോ എന്നുള്ളത് ഒരു ഗ്യാരണ്ടിയും ഇല്ല. എന്തായാലും ഒരു 1 വീക്ക് വെയിറ്റ് ചെയ്യാം. ഫസ്റ്റ് ആ ഒരു മെയിൻ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ പാച്ചുകളൊക്കെ ആയിട്ട് ഒരു 1 വീക്കിനുള്ളിൽ തന്നെ അടുത്തൊരു അപ്ഡേഷൻ വരും. സോ അതും സ്കിപ്പ് ചെയ്യുക. അതിൻ്റെ വിവരങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ഡിവൈസ് വാറണ്ടിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. കാരണം അവിടെ എന്ത് തന്നെ കംപ്ലൈൻറ്റ് വന്നാലും അത് ആപ്പിൾ റീപ്ലേസ് റിപ്പയർ എന്ത് വേണമെങ്കിലും ചെയ്യും. സോ വാറണ്ടിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു iOS 18 ഇമ്മീഡിയറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് അതിൻ്റെ വിവരം അറിഞ്ഞതിന് ശേഷം മാത്രം അപ്ഡേറ്റ് ചെയ്യുക. അടുത്ത വർഷം മാർക്കറ്റ് ഭരിക്കാൻ പോകുന്ന സ്നാപ്ഡ്രാഗൺ 8 Gen 4 ബെഞ്ച് മാർക്ക് സ്കോറുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. എനിവേ അടുത്ത മാസം തന്നെ ഒക്ടോബറിൽ തന്നെ വിവോയുടെ സൈഡിൽ നിന്നുള്ള X200 സീരീസും അതുപോലെ OnePlusന്റെ സൈഡിൽ നിന്നുള്ള OnePlus 13 ചൈനയിൽ ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതിൽ ഈ OnePlus 13 ആ ഒരു 13 എന്നുള്ള പേര് മാറ്റി നേരെ 14 പോവോ ഇല്ലയോ എന്നുള്ളത് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുകയാണ്. കാരണം ആ ഒരു 13 എന്ന് പറയുന്ന നമ്പർ ചൈനീസ് അവരുടെ എന്തോ ഒരു മിത്തോളജി പ്രകാരം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും OnePlus 13 അതേപോലെ വിവോയുടെ സൈഡിൽ നിന്നുള്ള X200 സീരീസുകൾ വിത്ത് സ്നാപ്ഡ്രാഗൺ 8 Gen 4 ഓക്കെ, ആ ഒരു ചിപ്സെറ്റ് വെച്ച് വരുന്ന ഫോണുകൾ അടുത്ത മാസം ചൈനയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. വിവോ T3 Ultra എന്ന് പറയുന്ന ഫോൺ കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്പെക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പ്രീമിയം ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം Dimensity 9200+ എന്ന് പറയുന്ന കഴിഞ്ഞ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സർ ആയിരുന്നു. ഏകദേശം 15 ലക്ഷത്തോളം ആൻറ്റുടു സ്കോറൊക്കെ വരുന്നുണ്ട്. ക്യാമറയുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ സോണിയുടെ IMX921 എന്ന് പറയുന്ന സെൻസറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഡിസൈനിൽ വരുമ്പോൾ നമ്മളുടെ വിവോ V40 സീരീസുകൾ ഉണ്ടല്ലോ, അതിനോട് ഈക്വൽ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും 32,000 രൂപയാണ് അതിൻ്റെ പ്രൈസ് വെച്ചിരിക്കുന്നത്. കാർഡ് ഓഫർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിന് താഴെ ഒരു 28-29 കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. സോ നല്ലൊരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത്. മിക്കവാറും വാങ്ങി അതൊരു റിവ്യൂ ചെയ്യണം എന്നുണ്ട്. അതേപോലെ നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മോട്ടറോളയുടെ സൈഡിൽ നിന്ന് മോട്ടറോള Edge 50 Neo എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫോൺ കഴിഞ്ഞ ആഴ്ച ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ത്യൻ ലോഞ്ച് ഫിക്സ് ചെയ്തിരിക്കുന്നത് നാളെയാണ്. ആ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് അവർ ഹൈലൈറ്റ് ചെയ്യുന്നത് അത് മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ഫോണാണെന്നാണ്. കാരണം ഒരുപാട് മിലിറ്ററി ടെസ്റ്റുകൾ നടത്തിയിട്ടുള്ള ഒരു ഫോണാണ്. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു ഡ്യൂറബിലിറ്റി, അതായത് താഴെ വീണാലോ അല്ലെങ്കിൽ വെള്ളം കയറുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് പറയുന്നത്. സോ നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മോട്ടറോള Edge 50 Neo എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ ഏത് ഫോണുകൾ ഇറങ്ങുമ്പോഴും അതിൻ്റെ മെയിൻ ടാഗ് ലൈൻ എന്ന് പറയുന്നത് സെഗ്മെന്റ്സ്, ആ ഒരു സംഭവം ആ ഒരു ഫോണിലായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഇൻഫിനിക്സ് 040 എന്ന് പറയുന്ന ഫോൺ 18-ാം തീയതി ലോഞ്ച് ചെയ്യുന്നുണ്ട്. അവർ ആ ഫോണിനെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്നത് സെഗ്മെന്റിൽ 4K at 60 FPS എടുക്കാൻ, ആ ഒരു ക്യാമറ എടുക്കാൻ പറ്റുന്ന ഫസ്റ്റ് ഫോണാണെന്നാണ് പറയുന്നത്. അതേപോലെ മറ്റ് ഫോണുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെഗ്മെന്റിലെ ഫാസ്റ്റസ്റ്റ് കർവ് ഡിസ്പ്ലേ എന്ന് പറയുന്നുണ്ട്, ഫ്ലാറ്റ് ഡിസ്പ്ലേ എന്ന് പറയുന്നുണ്ട്, ക്യാമറ സെഗ്മെന്റിലെ ബെസ്റ്റ് ക്യാമറ ഡിവൈസ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സെഗ്മെന്റിലെ ബെസ്റ്റ് ആയിട്ടാണ് ഇപ്പം എല്ലാവരും
ഫോണുകൾ മാർക്കറ്റ് ചെയ്യുന്നത്. എന്തായാലും ഇൻഫിനിക്സിന്റെ സൈഡിൽ നിന്നുള്ള 040 എന്ന് പറയുന്ന ഫോൺ 18-ാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. റിയൽമിയുടെ സൈഡിൽ നിന്ന് റിയൽമി നാർസോ 70 ടർബോ എന്ന് പറയുന്ന ഫോൺ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഡിമെൻസിറ്റി 7300 എനർജി എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റ് വെച്ചിട്ടാണ് ആ ഒരു ഫോൺ വരുന്നത്. എന്തായാലും അതിന്റെ സ്പെക്കും അതിന്റെ പ്രൈസും കൂടി കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഈ ഒരു 7300 എന്ന് പറയുന്ന ചിപ്സെറ്റ് ഉണ്ടല്ലോ, ആ ഒരു ചിപ്സെറ്റ് തന്നെയാണ് നമ്മളെ CMF ഫോൺ 1 കൊടുത്തിട്ടുള്ളത്, IQ Z9S കൊടുത്തിട്ടുള്ളത്. എനിവേ ഈ ഒരു ഫോണിന്റെ പ്രൈസ് സ്റ്റാർട്ട് നോർമൽ പ്രൈസ് വരുന്നത് 17,000 രൂപയാണെന്നുണ്ടെങ്കിലും ലോഞ്ചിങ് ഓഫർ ആയിട്ട് 14,999, അതായത് 15,000 രൂപയ്ക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. എന്തായാലും ഈ ഒരു ഫോണിന്റെ ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെയാണ്. റിയൽമിയുടെ സൈഡിൽ നിന്ന് റിയൽമി P2 Pro എന്ന് പറയുന്ന ഒരു മൊബൈലും അതുപോലെ റിയൽമി പാഡ് 2 ലൈറ്റ് എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റും കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ റിയൽമി P2 Pro എന്ന് പറയുന്ന ഫോണിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെഗ്മെന്റിലെ ഫാസ്റ്റസ്റ്റ് കർവ് ഡിസ്പ്ലേ ഉള്ള ഫോണാണെന്നാണ് അവർ ടാഗ് ലൈൻ കൊടുത്തിരിക്കുന്നത്. എനിവേ ഈ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത് 21,999 രൂപയ്ക്കാണ്. ഇതിൽ കൊടുത്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 7S Gen 2ന്റെ ചിപ്സെറ്റ് ആണ്. സോ ആ ഒരു ചിപ്സെറ്റ് വെച്ചിട്ട് ഏകദേശം ഓഫർ പ്രൈസ് ഒക്കെ കഴിഞ്ഞ് 19,000 രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു ഡീലായിട്ടാണ് എനിക്ക് തോന്നിയത്. പറ്റിയ ഒരെണ്ണം വാങ്ങി നമുക്ക് റിവ്യൂ ചെയ്യാം. iPhone 16 സീരീസുകൾ ഓൾറെഡി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു, അതിന്റെ വിശേഷം കഴിഞ്ഞു. ഇനി എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് സാംസങ് ഗാലക്സി S25 സീരീസുകളിൽ ഇനി എന്ത് കിട്ടുമെന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ സാംസങ് ഗാലക്സി S25 അൾട്ര, S25 ഈ രണ്ട് ഫോണുകളുടെയും റെൻഡേഴ്സ് ലീക്ക് ആയിട്ടുണ്ട്. അവർക്കത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ 25 സീരീസുകളുടെ റെൻഡേഴ്സ് ലീക്ക് ആവുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് തന്നെ ആകണം എന്ന് ഒരു ഉറപ്പുമില്ല. ഒരുപക്ഷെ ഇതിൽ നിന്ന് മാറ്റങ്ങളൊക്കെ സംഭവിക്കാം. എന്തായാലും ഫസ്റ്റ് ലീക്ക്ഡ് റെൻഡേഴ്സ് വന്നിട്ടുണ്ട്. ഷവോമിയുടെ സൈഡിൽ നിന്ന് ഷവോമി 14 സീരീസിൽ 14T ആൻഡ് 14T Pro എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ഈ മാസം 26-ാം തീയതി ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഞാനതിൻ്റെ കൂടുതൽ സ്പെക്കിലോട്ട് പോകുന്നില്ല, കാരണം ഡിമെൻസിറ്റി 83 സീരീസ് ഒക്കെയാണ് അതിൽ ചിപ്സെറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ T സീരീസ് ഫോണുകൾ ഷവോമിയുടെ സൈഡിൽ നിന്ന് നമുക്ക് ഇന്ത്യയിൽ കിട്ടാറില്ല. മിക്കവാറും അത് പോക്കോയുടെ സൈഡിലേക്ക് ഏതെങ്കിലും റീബ്രാൻഡ് ചെയ്തിട്ട് വരാനാണ് സാധ്യത കൂടുതൽ. എന്തായാലും ഈ രണ്ട് മോഡൽ ഫോണുകൾ 14T ആൻഡ് 14T Pro എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ഈ മാസം 26-ാം തീയതി ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറേ വീഡിയോകളിൽ നമ്മൾ സംസാരിച്ചിരുന്ന ഹുവായുടെ സൈഡിൽ നിന്നുള്ള 3 മടക്ക് മടക്കാൻ പറ്റുന്ന ഫോൺ കഴിഞ്ഞ ആഴ്ച ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് പേര് വരുന്നത് ഹുവായ് മേറ്റ് XT അൾട്ടിമേറ്റ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അത് മടക്കാവുന്ന പോലെ തന്നെ അതിന് ഒരു വലിയ പേര് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. എനിവേ ആ ഒരു പേര് പോലെ തന്നെയാണ് അതിൻ്റെ പ്രൈസും നിൽക്കുന്നത്. നല്ല വില ഉണ്ട് കേട്ടോ. ഇന്ത്യൻ പ്രൈസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 3 ലക്ഷം രൂപയ്ക്ക് താഴെ അതിന് വില വരുന്നുണ്ട്. പിന്നെ ഇന്ത്യയിലോട്ട് ഈ ഒരു ഫോൺ വരാനായിട്ട് പോകുന്നില്ല. അതേപോലെ തന്നെ ഗൂഗിളിന്റെ സപ്പോർട്ട്, ഗൂഗിൾ പ്ലേ സ്റ്റോർ പോലുള്ള കാര്യങ്ങളൊന്നും ആ ഒരു ഡിവൈസിൽ വരുന്നില്ല. എന്തായാലും ഇതേപോലെ 3 മടക്ക് മടക്കാൻ പറ്റുന്ന ഫോൺ ഹുവായുടെ സൈഡിൽ നിന്ന് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ തപ്പിപ്പിടിച്ച ന്യൂസുകൾ. അപ്പോൾ വീണ്ടും എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ നേരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. പായസമൊക്കെ വയറ് നിറച്ച് കുടിക്കുക. വേറെന്താ? അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.